ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ 37ാമത് പൊതുസമ്മേളനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യം കടന്നു പോകുന്ന വിവിധങ്ങളായ പ്രതിസന്ധികളെക്കുറിച്ചുള്ള ചർച്ചകൾ, അവയ്ക്ക് ക്രിസ്തീയമായ രീതിയിലുള്ള പരിഹാരങ്ങൾ ഏത് രീതിയിൽ കണ്ടെത്താൻ കഴിയും എന്നുള്ളത്, വിശിഷ്യ ഭാരതത്തിൻ്റെ വിവിധ കോണുകളിൽ ക്രൈസ്തവർ അനുഭവിക്കേണ്ടി വരുന്ന നിരവധിയായ പ്രതിസന്ധികളെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് കടന്നു വരും. അതുപോലെ തന്നെ വിവിധ റീത്തുകൾ തമ്മിലുള്ള കൂട്ടായ്മയും സ്നേഹവും കൂടുതൽ ആഴത്തിൽ എങ്ങനെ വളർത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകൾ, വിവിധ മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം എങ്ങനെയാണ് കൂടുതൽ ആഴപ്പെടുത്തേണ്ടത് തുടങ്ങിയ സഭയുടെ അസ്തിത്വപരമായ നിരവധിയായ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ എല്ലാ പിതാക്കന്മാരുടെയും കൂടിയുള്ളൊരു സംയുക്ത സമ്മേളനമാണ് CBCIയുടെ പ്ലിനറി ഇപ്പോൾ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ നടക്കുന്നത്. ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 3 സഭകളെയും ബാധിക്കുന്ന പൊതുവായിട്ടുള്ള വിഷയങ്ങൾ, പ്രത്യേകിച്ചും നമുക്ക് ശംസവാദി രൂപത വന്നതിന് ശേഷം ഇന്ത്യ മുഴുവനും സീറോ മലബാർ സഭയ്ക്ക് ഭരണാധികാരം അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ജൂറിസ്ഡിക്ഷൻ കിട്ടിയ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഒരു പ്രധാന വിഷയം. അതുപോലെ തന്നെ മറ്റ് സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ സീറോ മലബാർ സഭ മറ്റ് സഭകളോട് ചേർന്ന് എങ്ങനെയാണ് മതസ്വാതന്ത്ര്യം, വിശ്വാസ പരിശീലനം തുടങ്ങിയ കാര്യങ്ങളിൽ സഹകരിക്കേണ്ടത് എന്ന് നമ്മൾ ഈ സമ്മേളനത്തിൽ ചർച്ചാ വിഷയമാക്കുന്നുണ്ട്. ഈ ഇന്ത്യ മുഴുവനായിട്ട് ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് ക്രൈസ്തവർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്, പ്രത്യേകിച്ച് കഴിഞ്ഞ 2026 ഒരുപാട് ആക്രമണങ്ങൾ നേരിടുകയുണ്ടായി. അപ്പോൾ അത്തരത്തിലെ ആശങ്കകളൊക്കെ CBCIയിൽ നിന്ന് ഉയർന്നത് ഈ പ്രാവശ്യത്തെ പ്രധാന വിഷയം തന്നെ അതാണ്. ഒരു മതേതര രാഷ്ട്രമായിട്ടുള്ള ഇന്ത്യയിൽ ന്യൂനപക്ഷ അവകാശങ്ങൾ എങ്ങനെ സംരക്ഷിക്കപ്പെടാം, അതുപോലെ മതസ്വാതന്ത്ര്യം എങ്ങനെ നമുക്ക് ഒരുമിച്ച് സാക്ഷ്യപ്പെടുത്താമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജി, അതുപോലെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന റിസോഴ്സ് പേഴ്സൺസൊക്കെയാണ് ഈ മെത്രാന്മാർക്ക് ക്ലാസ് എടുക്കാനായിട്ടും ഞങ്ങളുടെ ചർച്ചകൾ നയിക്കാനായിട്ടും വന്നിട്ടുള്ളത്. ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ച് ഒരു സംഭാഷണത്തിൻ്റെ, ഡയലോഗിൻ്റെ സ്വഭാവമുള്ള പ്രവർത്തന ശൈലിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുറേയൊക്കെ ധാരണയിലെത്താനായിട്ട് നമ്മൾ തമ്മിലുള്ള ഒരു ധാരണയിലെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. വത്തിക്കാൻ പ്രതിനിധി അപ്പസ്തോലിക് നൻഷ്യോ ആർച്ച് ബിഷപ്പ് ലേപ്പോൾഡ് ജിറെല്ലി നമ്മുടെ ചർച്ചകൾക്ക് നല്ല ഒരു ഗൈഡൻസ് നൽകുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ. പിന്നെ 3 സഭകളുടെയും സഭാ നേതൃത്വം ഈ വിഷയങ്ങളിൽ സജീവമായിട്ടുള്ള ചർച്ചയും സാന്നിധ്യവും നൽകുന്നുണ്ട്. ഇന്ത്യയിലെ മെത്രാന്മാരുടെ സമ്മേളനത്തിൻ്റെ 2ാം ദിവസം ചർച്ചകൾ വളരെ സജീവമായിരുന്നു. പ്രധാനമായിട്ടും സഭ ഇന്ന് ഭാരതത്തിൽ നേരിടുന്ന വിഷയങ്ങളെക്കുറിച്ചായിരുന്നു. ഏറെ പ്രത്യേകമായി പീഡനം, ക്രൈസ്തവ പീഡനം. 3 അൽമായ സഹോദരങ്ങളാണ്, വിവിധ മേഖലകളിലുള്ളവരാണ് ഈ വിഷയം അവതരിപ്പിച്ചത്. വിഷയത്തിൻ്റെ ഗൗരവം ഉദാഹരണ സഹിതങ്ങളിലൂടെ വ്യക്തമാക്കി അവതരിപ്പിക്കുകയായിരുന്നു. ഒരു അതിജീവനത്തിൻ്റെ പ്രതിസന്ധിയാണ് കത്തോലിക്ക സഭ നേരിടുന്നത്, ഏറെ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതിനെ എങ്ങനെ നേരിടണം എന്നുള്ള ചിന്തകളിൽ ഒരു കമ്മിറ്റി തന്നെ രൂപീകരിച്ച് പ്രവർത്തനങ്ങളെ, ആനുകാലികമായ വിഷയങ്ങളെ ചർച്ച ചെയ്ത് സത്വരമായ നടപടികൾ സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് അതിന്ന് വന്നത്. തീർച്ചയായിട്ടും വളരെ വിലപ്പെട്ട ചർച്ചകളായിരുന്നു ഉണ്ടായിരുന്നത്. ഉത്തരേന്ത്യയിൽ നമ്മുടെ സഭ നേരിടുന്നത് വളരെ പ്രയാസമുള്ള കാര്യങ്ങൾ തന്നെയാണ്. സ്വാതന്ത്ര്യം ഇന്ത്യക്ക് ലഭിച്ചു എന്നുള്ളത് ഭരണഘടനയിൽ മാത്രമായും പ്രായോഗികമായിട്ട് ന്യൂനപക്ഷങ്ങളായ ക്രൈസ്തവർക്ക് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടും ഇത് വ്യക്തമാക്കുന്നതാണ് നിരവധി ഉദാഹരണങ്ങൾ. പക്ഷേ സമാപനത്തിൽ സഭ ഇതിലും വലിയ പ്രതിസന്ധികളെ നേരിട്ടിട്ടുണ്ട്.
പരിശുദ്ധാത്മാവ് നമ്മോടുകൂടി ഉണ്ടല്ലോ, ഞാൻ യുഗാന്തത്തോളം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും എന്ന ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ പങ്കുവെക്കുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും ഈ സമ്മേളനം വളരെ സഹായവും ഉപകാരപ്രദവുമാണ്. നമുക്ക് കൂടുതൽ ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അതെങ്ങനെ സാധിക്കുമെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരട്ടെ. ആത്മാവ് നമ്മെ നയിക്കട്ടെ. ഈ 2000 വർഷം ആത്മാവ് നമ്മുടെ സഭയെ നയിച്ചതുപോലെ റോമിലെ പീഡനങ്ങൾക്ക് നടുവിലും അവർക്ക് ശക്തി കൊടുത്തതുപോലെ നമുക്കും പരിശുദ്ധാത്മാവ് ശക്തി നൽകട്ടെ. ദൈവം നമ്മുടെ കൂടെ ഉണ്ടല്ലോ, സമാധാനം നിങ്ങളോടുകൂടെ എന്ന് നിരവധി തവണ ഈശോ അപ്പസ്തോലന്മാരോട് പറഞ്ഞല്ലോ. ഭയപ്പെടേണ്ട, ഞാനാണ്, ധൈര്യമായിരിക്കും. ഈ വാക്കുകൾ നമുക്ക് പ്രത്യാശ നൽകുന്നതാണ്. ദൈവത്തിൽ ആശ്രയിക്കാൻ വീണ്ടും നമ്മളോട് ആവശ്യപ്പെടുന്ന നിമിഷങ്ങളാണ്. ഈ ചർച്ചകൾ വളരെ ഉപകാരപ്രദമായിരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.